ഒന്ന്, നോളജ് എക്കോണമിയിൽ അധിഷ്ഠിതമായ ഗ്ലോബൽ റിമോട്ട് വർക്കിംഗ് ടാക്സ് ഹബ്ബാക്കി കേരളത്തെ മാറ്റുക എന്നതാണ്. കേരളത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് യുവാക്കൾ ബംഗളൂരുവിലേക്കും ഹൈദരാബാദിലേക്കും വിദേശത്തേക്കും പോകുന്നു. എന്നാൽ ഇന്ന് വർക്ക് ഫ്രം എനിവെയർ കാലഘട്ടമാണ്. കേരളത്തിലിരുന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലെ കമ്പനികൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന 10,000-കണക്കിന് IT പ്രൊഫഷണലുകളുണ്ട്. കേരള സർക്കാർ ചെയ്യേണ്ടത് ഇവർക്കായി എല്ലാ ജില്ലകളിലും ഹൈസ്പീഡ് ഇന്റർനെറ്റുള്ള മൾട്ടിപ്പിൾ കോവർക്കിംഗ് ഹബ്ബുകൾ സ്ഥാപിക്കുകയാണ്. ഇവർക്ക് പ്രത്യേക ലീഗൽ പ്ലാറ്റ്ഫോമുകൾ ഒരുക്കി വിദേശ വരുമാനം കേരളത്തിലേക്ക് ആകർഷിക്കുകയും അതിലൂടെ തദ്ദേശീയമായ സർവീസ് ടാക്സ്, GST വരുമാനങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യാം. മനുഷ്യവിഭവശേഷിയെ നേരിട്ട് നികുതിയാക്കി മാറ്റാം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കമേഴ്ഷ്യൽ റീസ്ട്രക്ചറിംഗ് ആണ് രണ്ടാമത്തേത്. കേരളത്തിൽ 130ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ഇതിൽ ഭൂരിഭാഗവും നഷ്ടത്തിലാണ്. വാട്ടർ അതോറിറ്റി പോലുള്ളവ സർക്കാരിൻ്റെ സബ്സിഡി കൊണ്ട് മാത്രം ജീവിക്കുന്നവയാണ്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കയ്യിൽ ആയിരക്കണക്കിന് ഏക്കർ പ്രൈം ലാൻഡുണ്ട്. ഇവ വെറുതെ ഇടാതെ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മാതൃകയിൽ കൊമേഴ്ഷ്യൽ ഹബ്ബുകളായും ലോജിസ്റ്റിക് പാർക്കുകളായും മാറ്റണമെന്ന ആവശ്യം മുമ്പേ തന്നെയുള്ളതാണ്. പക്ഷെ നടന്നിട്ടില്ല. ഈ സ്ഥാപനങ്ങളിൽ നിന്ന് സർക്കാരിലേക്ക് ലഭിക്കേണ്ട ഡിവിഡൻഡും പ്രോഫിറ്റും വർദ്ധിപ്പിക്കാൻ പ്രൊഫഷണൽ CEOമാരെ കൊണ്ടുവരാൻ തയ്യാറാവുകയും വേണം.